ഹലോ. അപ്പം നമ്മളുടെ അടുത്തൊരു ട്രിപ്പ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് തന്നെ പോകുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവർക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇത് തന്നെയാണോ പണിയുന്നത്? അല്ല, ഞങ്ങൾക്ക് വേറെ പണികളുണ്ട്. ഇടയിൽ കൂടെ നമ്മൾ ട്രിപ്പൊക്കെ പോകുന്നതാണല്ലോ നമ്മുടെ ലൈഫിലെ ഈ ഒരു ജോലികളുടെയും സ്കൂൾ ലൈഫിൻ്റെ ഒക്കെ ഇടയിൽ നമുക്കൊരു സന്തോഷം തരുന്ന കാര്യം. അപ്പം ഇതെന്ന് പറയണത് നമ്മൾ സിംഗപ്പൂരൊക്കെ പോണതിന് കുറേ മുമ്പ് പോയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 2 days സ്റ്റേക്കേഷൻ അങ്ങനെ പറയാം നമുക്ക്. അപ്പോൾ വേറെ എവിടെയല്ല, ചെന്നൈയിൽ തന്നെയാണ്. നമ്മൾ ഒരു റിസോർട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു 5 ഫാമിലീസ് ഫ്രണ്ട്സ് ആയിട്ട് പോയിട്ടുള്ളൊരു ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു റിസോർട്ട് സ്റ്റേ ആയിരുന്നു. നമ്മൾ ചെന്നൈയിലുള്ളവർക്ക് അറിയായിരിക്കും ഷെറട്ടോൺ, ചെന്നൈയിൽ മാത്രമല്ല എല്ലാവർക്കും അറിയായിരിക്കും ഷെറട്ടോണിൻ്റെ തന്നെ 4 പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് മഹാബലിപുരത്തുള്ളൊരു റിസോർട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സാറ്റർഡേ സൺഡേ ആണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങളൊരു ഉച്ചയ്ക്ക് ഒരു 2 മണിയോട് കൂടിയിട്ട് എത്തുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത്. ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിക്കിത്തുൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സും അവരുടെ ഫാമിലിയാണ് ഫസ്റ്റ് വന്നത്. അവർ തന്നെയാണ് ഇത് സെലക്ട് ചെയ്തത്, ഹെൽപ്പ് ചെയ്തത്, എല്ലാം ബുക്കിങ്ങും എല്ലാം അവർ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഫ്രണ്ട്സായി, പിന്നെ നമ്മളിന്ന് ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ നമ്മൾ കീ വാങ്ങിച്ചിട്ട് അവർ ഈ ബഗ്ഗിയിൽ തന്നെ നമ്മൾ തന്നെ റൂമിൽ കൊണ്ടാക്കും. അങ്ങനെ കുട്ടികൾ ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർ 5 ഫ്രണ്ട്സ് ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവർ 5 ഫ്രണ്ട്സ് കൂടിയിട്ടാണ്, അവരുടെ ഫാമിലിയും കൂട്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാവരും ഒരേ സമയത്തൊന്നല്ല എത്തിയത്. ആദ്യം അവർ വന്നു, പിന്നെ ഞങ്ങൾ വന്നു, പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്തടുത്ത ഫാമിലി, അങ്ങനെ 1 by 1 ആയിട്ടാണ് നമ്മൾ കൂടിയത്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് വന്ന ഉടനെ റൂമൊക്കെ ഒന്ന് കണ്ട് കുറച്ച് നേരം ഒന്ന് റിഫ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഐസ്ക്രീം പാർട്ടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി പോകണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ റൂമൊക്കെ ഒന്ന് കാണണമല്ലോ. പിന്നെ തിങ്സൊക്കെ ഒന്ന് ഒതുക്കി വെച്ച്, ഡ്രസ്സുകളും ഒക്കെ ഒതുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ ഒരു ഉച്ചയോട് കൂടിയിട്ട് ചെക്കൗട്ട് ചെയ്യുമല്ലോ. ചെക്കൗട്ട് ചെയ്തിട്ട് മഹാബലിപുരത്ത് പോകണം. ഇവിടെ അടുത്താണ്. അപ്പോൾ ആ ഒരു ബട്ടർ ബോളും ഒക്കെയുള്ള ആ ഒരു ഭാഗമല്ലേ, അവിടെ പോകണം. ഷോർ ടെമ്പിളിലൊക്കെ പോകണം എന്നൊക്കെയാണ് ഉദ്ദേശിച്ചിട്ട് വന്നത്. പക്ഷേ എന്തൊക്കെയോ കാരണം കൊണ്ട് അത് നടന്നില്ല. പക്ഷേ റിസോർട്ട് സ്റ്റേ നല്ല സൂപ്പറായിരുന്നു. ഇതുപോലെ ഒരു നല്ല സ്റ്റാൻഡേർഡ് നല്ല ബെഡ്റൂമാണ് കിട്ടിയത്. പക്ഷെ നമുക്കിത് കാര്യമില്ല, നമ്മൾ ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് ബെഡ്റൂമിലേക്ക് വന്നത്. അതിൽ ഫുള്ള് നമ്മൾ പുറത്ത് കറങ്ങിയടിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു ബാൽക്കണി ഏരിയയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിത് മെയിനായിട്ട് എടുത്തത്. പക്ഷേ പ്രൈവസി കുറച്ച് കുറവാണ് താഴെ ആയതുകൊണ്ട്. പിന്നെ ഇത് ബീച്ച് സൈഡല്ല വരുന്നത്, ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ നമുക്ക് ബീച്ച് ആക്സസ് ഇല്ല. അപ്പോൾ വേണമെങ്കിൽ അവർ കൊണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ എല്ലാവർക്കും കാറുണ്ടല്ലോ, അപ്പോൾ വൈകിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾക്ക് ഒരു റിസോർട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് കറങ്ങാൻ പോകേണ്ട ആവശ്യം വരില്ല. എൻ്റർടൈൻമെൻറ്റിലുള്ള കാര്യങ്ങൾ അവർ തന്നെ ചെയ്തു തരും. ഹവായിയൻ സ്റ്റൈലാണല്ലോ ഈ ഹെയർ സ്റ്റൈലും തൊപ്പിയൊക്കെ. എവിടെ ചെറുത് ശ്രദ്ധിച്ചിട്ടില്ല. അമ്മയ്ക്ക് നക്കാൻ നിന്റെ കഴിഞ്ഞൂലേ? നോക്ക് പറ്റിക്കണു. എനിക്ക് ഇഷ്ടല്ല. അവിടെ ആ ബെഞ്ചിലിരിക്കും. ഒരു കുട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണ നോക്ക്. നിരഞ്ജനെ കാണാനില്ലല്ലോ. ദേ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ വെക്കണല്ലോ. അപ്പോൾ അതൊക്കെ ഇവിടെ തന്നെ അവരെ അറേഞ്ച് ചെയ്തിട്ട് കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പല സ്ഥലങ്ങളിൽ ഇതുപോലെ ഹാമക്സ് ഉണ്ടായിരുന്നു, നമുക്ക് ഇഷ്ടം പോലെ പോയിട്ട് റിലാക്സ് ആയിട്ടിരിക്കാം. പിന്നെ ഒരു പ്ലേ ഏരിയ വരുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകാനാണ്, ചായയും കുടിച്ചതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിച്ചേക്കണേ. അപ്പോൾ അതേ ചായയും ബിസ്ക്കറ്റും സമൂസയും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് നേരം ടീ ടൈം എൻജോയ് ചെയ്തു. അതിനുശേഷം നമ്മൾ പ്ലേ ഏരിയയിലേക്കും, പിന്നെ സൈക്കിൾ എടുക്കാം, ഇതുപോലെ ക്യാരം ബോർഡ്, അങ്ങനെയുള്ള പല ഗെയിംസ് നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ അവർ ആക്ടിവിറ്റീസ് അറേഞ്ച് ചെയ്ത് തരും, അങ്ങനെയുണ്ട്. അത് നെക്സ്റ്റ് ഡേ നമുക്ക് കാണാം. ഇവരാണ് ഈ 4 പേരാണ് ഒരു ക്ലാസ്സിലെ ഗേൾസ്. ഇനി ഒരാളും കൂടി വരാനുണ്ട്. ഇവർ 4 പേരുടെ കൂട്ടത്തിലൊരു ബോയാണ്. അവൻ വന്നിട്ടില്ല, അവൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ഞങ്ങളിവിടെ പ്ലേ ഏരിയയിലൊക്കെ കളിച്ച് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവരെത്തി.
ഇതൊന്നും ശരിക്ക് ഇടാൻ പാടില്ല, ഈ ഊഞ്ഞാലിലൊന്നും ഇരുന്ന് ശരിക്ക് കുട്ടികളുടെ ആണല്ലോ, നമ്മളൊന്നും ആടാൻ പാടില്ലാത്തതാണ്. പക്ഷെ നമ്മളുടെ ഉള്ളിലെ കുട്ടികളുണ്ടല്ലോ, അവർക്ക് ആടണം തോന്നി. അങ്ങനെ ഞങ്ങൾ കുറച്ചേരൊക്കെ ആടി. അതിനുശേഷം അവിടെ ഷട്ടിൽ ബാറ്റും പിന്നെ ടെന്നീസും കോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്കെടുത്ത് യൂസ് ചെയ്യാം, ഒക്കെ നമുക്ക് ആക്സസബിൾ ആണ്. എല്ലാത്തിനും അവരുടെ ഹെൽപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ റിസപ്ഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം സർവീസ് വളരെ നല്ലതായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആംബിയൻസും അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നല്ല രസമായിരുന്നു. എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ കൂടി പോയിട്ട് ഒരു 2-3 മാസമായിട്ടുണ്ടെങ്കിൽ പോലും എനിക്കിപ്പോഴും അവിടെ പോയിട്ട് ആ ഒരു ബെഞ്ചിലിരിക്കണമെന്ന് അത്രയും ഫീല് വരുന്ന രീതിയിലായിരുന്നു. വേറെ ഒരു റിസോർട്ടും ഞാൻ പോയതിൽ വെച്ചിട്ട് എനിക്ക് അങ്ങനെ വീണ്ടും പോകണം എന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ഇവിടെ എന്താണെന്നറിയില്ല, അവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് ആയാലും ആ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതും എല്ലാം നല്ല രസമായിരുന്നു. ഏകദേശം ഒരു 4 മണി 5 മണി ആ ഒരു സമയം വരെ കുട്ടികളെ നമ്മൾ ചുമ്മാ അവിടെ, എല്ലാവരും വരണമല്ലോ, 2 പേര് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ബീച്ചിൽ പോകാനുള്ള എല്ലാ തീരുമാനങ്ങളുമായിട്ട് നമ്മൾ ബീച്ചിൽ പോകാൻ റെഡി ആവാൻ വേണ്ടി റൂമിൽ ഒന്നും കൂടി ഫ്രഷ് ചെയ്തിട്ട് വരാൻ വേണ്ടി പോവാം. ഇവിടെ എന്തൊക്കെയോ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ, എന്തൊക്കെയോ കഴിക്കാനുള്ളത് പിന്നെ നല്ല ഭംഗിയില് എന്താ ഒരു പേപ്പർ. ബീച്ചിൽ പോകുന്നത് കുറച്ച് അൺഎക്സ്പെക്റ്റഡ് പ്ലാൻ ആയതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു സ്വിം സ്യൂട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ പോയി നനയുമല്ലോ, അപ്പം അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ പിന്നെ എല്ലാവരും ഷോർട്സ് ആക്കി എല്ലാവരും റെഡിയായി പോവാൻ. നമ്മൾ 6 മണിക്ക് ഇവിടെ വരണം തിരിച്ച്. അല്ല ഡോണറ്റുള്ള എനിക്ക് ശരിക്കും ഓക്കെ നമ്മളുടെ ഈ ഒരു പാത്രം വരുമല്ലേ. അവിടുന്ന് നമ്മൾ കാർ പാർക്ക് നമ്മളുടെ റൂമിനോട് ചേർന്ന് നമുക്ക് നമ്മളുടെ കാർ കാണാം റൂമിലിരുന്ന് കഴിഞ്ഞാൽ. വേറെ ആൾക്കാരുടെയും മാറ്റി ഇടുന്നവർക്ക് ഇപ്പം റിസപ്ഷൻ്റെ അവിടേക്കോ എൻട്രൻസിൻ്റെ അവിടേക്കൊക്കെ പോകണമെങ്കിൽ ബഗ്ഗി ഇതുപോലെ നമുക്ക് കൊണ്ടാക്കും. ഇപ്പം കുട്ടികൾക്ക് നടക്കാനൊക്കെ മടിയായതുകൊണ്ട് അവർ ബഗ്ഗിൽ കയറി അവിടെ ഫ്രണ്ടിലെത്തി. അവിടുന്ന് വളരെ അടുത്ത് തന്നെയായിരുന്നു, കുറച്ചൊരു 5-10 മിനിറ്റത്തെ ഡ്രൈവേ ഉള്ളൂ. നമ്മൾ ഈ മഹാബലിപുരം വന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്ത് പാർക്കിംഗ് കിട്ടാനൊക്കെ പാടാണല്ലോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറേ അലഞ്ഞ് ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് പാർക്കിങ് ചെയ്യേണ്ടി വന്നു അവസാനം ഈ ഒരു ഏരിയയിൽ. എന്നിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് നടന്ന് ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഒരു മിനിറ്റ്, സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മളൊരു ഫുൾ ഈവനിങ് അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ഒരു 7 മണി 7:30 ആ ഒരു സമയം വരെ അവിടെ തന്നെ വെള്ളത്തിലൊക്കെ കളിച്ച് ഇരുന്നു. ഇതിന്റെ മേലത്തെ ഞാൻ ഫസ്റ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ശരിക്കും പറഞ്ഞു ഇരുട്ടി നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ വരുമ്പോൾ. അങ്ങനെ ഫുള്ള് നനഞ്ഞിട്ടാണല്ലോ പോകുന്നത്. അപ്പം നേരെ പോയി കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നെക്സ്റ്റ് ഡിന്നറിന് വന്നു. ഡിന്നർ നല്ല ലക്ഷൂറിയസ് ആയിരുന്ന ഡിന്നർ തന്നെയായിരുന്നു. നല്ല എന്താ പറയുക, അടിപൊളി സംഭവങ്ങളായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ അവരുടെ ഒരു ലോഞ്ച് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ വലിയ തിരക്കുകളോ വേറെ ഗസ്റ്റുകളോ ഒന്നും കണ്ടില്ല. നമ്മളവിടെ ഇരുന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞു. കുട്ടികളൊക്കെ അവരുടെ കളികൾ തുടങ്ങി. പിന്നെ എല്ലാവരും കൂടി തീരുമാനിച്ച് നമുക്ക് എന്തെങ്കിലും ഗെയിംസ് കളിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ്
ഓരോരോ ഗെയിമുകളിലേക്ക് പോയി. അപ്പോൾ ഇതുപോലത്തെ ആ ഒരു ഗെയിമുകളൊക്കെ ഓരോരുത്തർ പറഞ്ഞ് പല ഐഡിയാസ് പറഞ്ഞ് അതൊക്കെ ചെയ്തു. എന്നിട്ടും നമുക്ക് ഉറങ്ങാൻ പോകാൻ തോന്നുന്നില്ല. സമയം ഇങ്ങനെ കിടക്കുകയാണല്ലോ. ഡിന്നർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ നേരം ഇതുപോലത്തെ കാര്യങ്ങൾ സ്പെൻഡ് ചെയ്തു. പിന്നെ പുറത്ത് അവരുടെ ഒരു ലോഞ്ച്, ഒരു ഇതുണ്ട്, ഒരു ലോൺ പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി അവിടെ ഇരുന്നിട്ട് നമ്മൾ ഷ്രെഡ്സ് കളിക്കുക, കുട്ടികൾ ഓടി കളിക്കുക, അങ്ങനെയൊക്കെ ഫണ്ണായിരുന്നു. ഏകദേശം 10 മണിയൊക്കെ ആയിട്ടും നമ്മൾ റൂമിൽ കയറാൻ തോന്നണില്ലായിരുന്നു. അങ്ങനെ നമ്മൾ എപ്പോഴോ വന്ന് കിടന്നു. പിന്നെ നെക്സ്റ്റ് ഡേ സ്വിമ്മിങ് പൂൾ. അതൊന്നും കുഴപ്പമില്ല. അതിട്, എന്നിട്ട് ഞാൻ അത് ഇട്ട് തരാം. വേഗം ആട്ടെ, അവിടുത്തെ ടൈം കഴിഞ്ഞാൽ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. സ്വിമ്മിങ് പൂളാണെങ്കിലും നേരത്തെ തന്നെ പോകണം. വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ചെക്ക് ഔട്ട് ടൈം എന്ന് പറയുന്നത് 12 മണിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അവിടെ സ്പെൻഡും ചെയ്യണമല്ലോ. ഇതും കഴിഞ്ഞ് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റും ഒരു ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ആ ടൈമിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ വന്ന് ഈ കുട്ടികൾ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് നമ്മളിത് വാങ്ങി വെക്കുമല്ലോ. ഇപ്പോൾ ചെന്നൈയിലാവുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെയുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം എന്തായാലും ഇതൊക്കെ ആവശ്യം തന്നെയാണ്. വാങ്ങി വെക്കണം, നല്ലതാണ്. സ്വിം സ്യൂട്ടാണെങ്കിലും ഈ ഒരു സംഭവമാണെങ്കിലും. അത് കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരായിട്ട് റൂമിൽ പോയി കുളിക്കാൻ വേണ്ടി പോവാണ്. കിത്തുത് ഇവിടെ ബാൽക്കണിയിൽ വെയിലും കാഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്, കുളിയുടെ ടേണും കാത്തിട്ട്. എന്നിട്ട് കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് തന്നെയാണ് പോയത്. ഇതേ ഫ്രണ്ട്സിൻ്റെ കൂടെ കിത്തു ഓരോ നിമിഷവും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റും പറഞ്ഞ പോലെ തന്നെ നല്ല ലക്ഷൂറിയസ് ആയിരുന്നു. എല്ലാം ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, നമ്മുടെ ചെന്നൈ സ്റ്റൈല് എല്ലാ ടൈപ്പും ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. മെയിനായിട്ട് ഈ ഒരു വ്യൂവോട് കൂടിയിട്ട് ഇരുന്നിട്ട് കഴിക്കുക എന്നുള്ളത് നല്ല ഒരു അനുഭവമായിരുന്നു. പിന്നെ പഴയ ഐറ്റംസ് ഇല്ലാതെ പുതിയ ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്യണമല്ലോ ഓരോ പ്രാവശ്യം. പക്ഷെ കുട്ടികൾക്ക് അത് നടക്കില്ല. അവർക്ക് ഇഡ്ഡലിയും ദോശയും തന്നെ വേണം. പുതിയതൊന്നും ട്രൈ ചെയ്യാൻ അവർക്ക് പേടിയാണ് ശരിക്കും. കുറേ പേർക്കുണ്ട് അങ്ങനത്തെ പേടി. ഞാനും അതെ. പക്ഷേ എന്നാലും തമ്മിൽ ഭേദം ഞാനാണ് പിന്നെയും എന്തെങ്കിലുമൊക്കെ പുതിയത് ട്രൈ ചെയ്യാറ്. നോർത്ത് ഇന്ത്യൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിലും. എൻ്റെ മെയിൻ പരിപാടിയാണ് റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ സൈക്ലിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ സൈക്കിളൊക്കെ എടുത്ത് റിസോർട്ടിൽ തന്നെ നമുക്കൊരു റൗണ്ട് ചുറ്റി വരാൻ കുറേ സമയം എടുക്കും കേട്ടോ. കാരണം അതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണല്ലോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ സൈക്ലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈവൻ വെയിലുണ്ടെങ്കിലും നമുക്ക് ഈ മരങ്ങളുടെയൊക്കെ തണലുള്ളതുകൊണ്ട് അത്രയ്ക്കൊന്നും എഫക്റ്റ് ചെയ്യില്ല. അത് കഴിഞ്ഞിട്ടാണ് അവിടുത്തെ ഒരാൾ വന്നിട്ടൊരു ഗെയിം നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നു. ഓരോരോ സെൽഫി സ്കാവഞ്ചർ ഹണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കളിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ആകെ ടയേർഡായി. അപ്പം നമ്മൾ ആ മഹാബലിപുരം പോണ ആ ഒരു കാര്യം ക്യാൻസൽ ചെയ്തു. കാരണം ഈ ഒരു ഓട്ടവും ചാട്ടവും കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഓക്കെ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം. നെക്സ്റ്റ് ഡേ എല്ലാവർക്കും ജോലിയും സ്കൂളൊക്കെ ഉള്ളതാണല്ലോ. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു. അവിടുന്ന് അവരുടെ വകയായിട്ടോ എല്ലാവർക്കും ഒരു വീടിനൊരു പ്ലാന്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഏകദേശം ലഞ്ച് നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചത്. ലഞ്ച് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.